അങ്ങനെ നമ്മൾ ഹിമാചൽ പ്രദേശ് എത്തി മക്കളെ. ഡൽഹിയിൽ രാത്രി ഭയങ്കര പൊടിക്കാറ്റും മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. 6:30 വരുമെന്ന് പറഞ്ഞ ബസ് എത്തിയത് 7:30. ബസ്സിൽ കയറി വാട കിടന്നുറങ്ങി. രാവിലെ കണ്ണുറന്നപ്പോൾ കണ്ട കാഴ്ചകളാണിത്. ഡൽഹി ടു മണാലി ഞങ്ങളൊരു ടൂർ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. പെർ ഹെഡ് 6200 രൂപയാണ് ആയത്. ഡൽഹിയിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് ഡൽഹി വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇത് ബിയാസ് നദിയാണ്. നോക്കിക്കേ എന്തോരം പെബിൾസാന്ന്. നല്ല ഭംഗിയില്ലേ? തിരിച്ചു പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകണം. അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് കുറച്ച് വർഷം മുമ്പ് ഇവിടെ ഉണ്ടായ പ്രളയത്തിൽ വന്ന ഉരുളൻകല്ലുകളാണിതെന്ന്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഗായ്സ്, ഇവിടെയൊന്നും തുള്ളി പോലും മഞ്ഞില്ല. അവിടെ പാറ, ഇവിടെ പാറ, എല്ലായിടത്തും പാറ മാത്രം. അല്ല, മൂന്നാറും പോയാൽ മതിയായിരുന്നു. ഏത് നേരത്താണോ എന്തോ ഒരു നിമിഷം മനസ്സ് കൈവിട്ടു പോയി. പെട്ടെന്നാ ഞാൻ ആ കാര്യം ഓർത്തേ. ഈ ട്രിപ്പ് ഇപ്പോൾ പോകാൻ കാരണം ആരാ? ഈ ഞാൻ. എൻ്റെ വാക്ക് കേട്ടിട്ടാണ് ആ മനുഷ്യൻ കണ്ണുടച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ആ മനുഷ്യനെ വിശ്വസിച്ചാണ് അതേ അവന്മാർ നമ്മുടെ കൂടെ പെട്ടിയും തൂക്കി പോന്നിട്ടുള്ളത്. ഓ, അവന്മാരാരാന്ന് പറഞ്ഞു തന്നില്ലല്ലേ? ഇതാണ് നമ്മുടെ സ്വന്തം ക്രിസട്ടായി. നമ്മുടെ കുഞ്ചൂസിൻ്റെ കെയർ ടേക്കറാണ്. ക്രിസട്ടായുടെ കൂടെ അവൻ ഒന്നൂറങ്ങും. ഇത് നമ്മുടെ അബി, നമ്മുടെ സുമേഷ്. ഈ റോഡിൻ്റെയൊക്കെ ഒരു സൈഡ് അന്ന് പ്രളയത്തിൽ ഒലിച്ചു പോയതാണ്. അത് ഇതുവരെ റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ മലകളെല്ലാം ഈ നദി കാണുന്ന പോലുള്ള ഉരുളൻകല്ലുകൾ കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഴ സമയത്തൊക്കെ മല ഇടിഞ്ഞ് വീഴുന്നത് ഇവിടെ സ്ഥിരമായിട്ടുള്ള കാര്യമാണെന്നാണ് നമ്മുടെ ഡ്രൈവർ ഏട്ടൻ പറയുന്നത്. ഒരുപാട് അപകടങ്ങളൊക്കെ ഈ മഴ സമയത്തൊക്കെ ഉണ്ടാവാറുണ്ടെന്നും പുള്ളി പറയണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു തുള്ളി പോലും മഞ്ഞില്ല, മഞ്ഞില്ല, മഞ്ഞില്ല. പക്ഷേ നമ്മളങ്ങനെ തോൽക്കാൻ പാടില്ലല്ലോ, മനസ്സ് മടുക്കാൻ പാടില്ലല്ലോ. ഓരോ യാത്രകളും ഓരോ പാഠങ്ങളും അനുഭവങ്ങളും ആണെന്നൊക്കെയാണെന്നല്ലോ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ കാണുമായിരിക്കും അല്ലേ. മണാലി ബസ് സ്റ്റോപ്പിൽ നമ്മളെ പിക്ക് ചെയ്യാൻ പാക്കേജിൻ്റെ ആളുണ്ടായിരുന്നു. അവിടുന്ന് നേരെ റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി മാൾ റോഡിലേക്കാണ് പിന്നെ പോയത്. അവിടുന്ന് ഒരു ലസ്സി കുടിച്ച് എൻ്റെ വയറിന് നല്ല പണി കിട്ടി. ഭയങ്കര വയറുവേദനയായിരുന്നു. ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. പക്ഷേ നമ്മുടെ ചെക്കന്മാർ പൊളിയായിരുന്നു കേട്ടോ. മാൾ റോഡിലേക്ക് പോണ വഴി ദൂരെ മഞ്ഞുമലകൾ കാണാൻ പറ്റുമായിരുന്നു. മാൾ റോഡ് തെരാ പാര അലഞ്ഞു തിരിഞ്ഞ് രാത്രി റൂമിലെത്തി. സ്വസ്ഥം സുന്ദരം.